സർഫസ് ഏരിയാസ് ആൻഡ് വോളിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 13.1 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 13.2 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ വിത്ത് both their radii being equal to 1 centimeter and the height of the cone is equal to its radius എന്ന് തന്നിട്ടുണ്ട്. Find the volume of the solid in terms of pi. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് പൈ, അപ്പോൾ പൈയുടെ വാല്യൂ കൊടുക്കണ്ട. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോൺ വെച്ച രീതിയിലാണുള്ളത് സോളിഡ്. അപ്പോൾ ഏകദേശം ഇതുപോലെ, അതായത് ഒരു ഹെമിസ്ഫിയർ, അതിന്റെ മുകളിൽ കോൺ. ഇതിന്റെ രണ്ടിന്റെയും റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് ഓഫ് ദ കോൺ. ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 1 സെന്റിമീറ്റർ ആണ്. ഇനി ഈ വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ് ഈക്വൽ ടു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ വോളിയവും കോണിന്റെ വോളിയം കൂടി ആഡ് ചെയ്താൽ മതി. വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. ഇവിടെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ നമ്മൾ ഫോർമുല ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാത്തിനും പറഞ്ഞു തന്നതാണ്. അതായത് ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ് ആണ്. അതുപോലെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലാൻഡ് ഹൈറ്റിന്റെ ആവശ്യമില്ല. എച്ച് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ കോൺ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് കോണിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 1 സെന്റിമീറ്റർ തന്നെ. അപ്പോൾ ബാക്കിയുള്ള വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2/3 ഇൻ ടേംസ് ഓഫ് പൈ ആയതുകൊണ്ട് പൈയുടെ വാല്യൂ കൊടുക്കേണ്ടതില്ല. റേഡിയസ് എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 1/3 പൈ 1 ഇൻറ്റു 1 1 സ്ക്വയർ 1 എല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1/3, അതായത് ഇപ്പൊ എങ്ങനെയാണുള്ളത്? 2/3 പൈ പ്ലസ് π/3 ആണുള്ളത്. അപ്പോൾ എന്തായി? 3π/3. 3π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് സോളിഡ്. ഇൻ ടേംസ് ഓഫ് പൈ ആയതുകൊണ്ട് അത് തന്നെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഹേൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഹേൽ, an engineering student, was asked to make a model shaped like a cylinder with 2 cones attached at its 2 ends. The diameter of the model is 3 cm and the length is 12 cm. ആ മോഡലിന്റെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 12 cm. അതുപോലെ ഡയമീറ്റർ 3 cm എന്ന് തന്നിട്ടുണ്ട്. If each cone has a height, കോണിന്റെ ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് 2 cm ആണ്. Find the volume of air contained in the model that Rahel made. അപ്പോൾ ഇതിനുള്ളിലുള്ള എയറിന്റെ വോളിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 2 കോണുണ്ട്. അപ്പുറം, അതായത് 2 സൈഡിലും കോണാണ്. ആ കോണിന്റെ വോളിയം പ്ലസ് സിലിണ്ടറിന്റെ വോളിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കോണിന്റെ വോളിയം കാണണമെങ്കിൽ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇവിടെ റേഡിയസ് രണ്ടിലും സെയിം ആണ്. അതായത് ഡയമീറ്റർ 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുമ്പോൾ 3/2, അപ്പോൾ 1.5 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ ഹൈറ്റ്, കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. ഇവിടെ കോണും സിലിണ്ടറും 2 ഭാഗത്തുണ്ട്. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ്, രണ്ടിലും ഹൈറ്റ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? കോണിന്റെ ഹൈറ്റ് h1 എന്ന് കൊടുക്കുക, സിലിണ്ടറിന്റെ ഹൈറ്റ് h2. അപ്പോൾ ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് h2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? h2 ടോട്ടൽ ലെങ്ത് 12 ആണ്. ടോട്ടൽ, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് 12. അതിൽ നിന്ന് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇത് ഇവിടെ 2 സെന്റിമീറ്ററും അതുപോലെ സ്ലാൻഡ് ആയിട്ടല്ല, ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ, അതുപോലെ ഇവിടെ ഒരു 2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടി എത്രയായി? 2 സെന്റിമീറ്റർ പ്ലസ് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് ഹൈറ്റ് ഓഫ് കോൺ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് സിലിണ്ടർ കിട്ടും. അപ്പോൾ ഇവിടെ 12 - 4 എന്ന് പറയുന്നത് 8. അപ്പോൾ ഹൈറ്റ് ഓഫ് സിലിണ്ടർ h2 എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് വോളിയം ഓഫ് മോഡൽ ഈക്വൽ ടു എങ്ങനെ എഴുതാം? വോളിയം ഓഫ്, അതായത് 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ എന്ന് കൊടുത്താൽ മതി. 2 കോണാണ്. അപ്പോൾ 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/3 പൈ r1 സ്ക്വയർ
ആർ രണ്ടിലും സെയിം ആണ്, അതുകൊണ്ട് ആർ തന്നെ എഴുതിയാൽ മതി. R1 R²H1 പ്ലസ് പൈ R²H2. ആർ റേഡിയസ് സെയിം ആണല്ലോ രണ്ടിനും, ഹൈറ്റ് മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ കോണിൻ്റെത് H1 ആയിട്ട് എടുത്തു, സിലിണ്ടറിൻ്റെത് H2 ആയിട്ട് എടുത്തു. ഇവിടെ 2 × 1/3 ഇൻറ്റു ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പൈ R² രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ പൈ R² കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമാവും, രണ്ടിലും പൈയുടെ വാല്യൂ കൊടുക്കണ്ടാകും. അപ്പോൾ പൈ R² കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ 2/3 H1 പ്ലസ് ഇവിടെ H2 എന്ന് വരും. ഇനി നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കാം. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്, 3/2 1.5 ആണ് വരുന്നത്. 1.5 ഇൻറ്റു 1.5 2/3 ഇൻറ്റു H1 എന്ന് പറയുന്നത് കോണിൻ്റെ ഹൈറ്റ് 2 പ്ലസ് H2 എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് 8. അപ്പോൾ ഇവിടെ 22/7 ഇൻറ്റു ഇത് 2.25 ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, LCM എടുക്കാം. 4 ഈ 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 24, 4 പ്ലസ് 24 ഡിവൈഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ 4 പ്ലസ് 24 എന്ന് പറയുമ്പോൾ അവിടെ 28 ആയി. 7നെ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 22/7 ഇൻറ്റു 2.25 ഇൻറ്റു 28/3 ആണ് ഉള്ളത്. അപ്പോൾ 28/3 എന്ന് പറയുമ്പോൾ ഇവിടെ 7 4s are 28. ഇനി ഈ 3 ഇതിനെ കൊണ്ട് ക്യാൻസൽ ആവുമോ നോക്കിയാൽ മതി. 7 3s are 21 ക്യാൻസൽ ആവും. അപ്പോൾ 7 3s 0.7 15 5 0.75 ആണ് വരുന്നത്. അപ്പോൾ 75നെ 22 കൊണ്ടും, അതായത് ഇത് 88 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 56 പ്ലസ് 4 60 4 6600 ഇനിയാണ് വരുന്നത്. 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ എത്രയാണ്, 66 cm³ ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഓർമ്മിക്കേണ്ടതുള്ളൂ. 2 കോണിൻ്റെ വോളിയവും ആ സിലിണ്ടറിൻ്റെ വോളിയവും കാണണം. അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഹൈറ്റ് രണ്ടിലും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അത് വ്യത്യാസം അറിയാൻ വേണ്ടി H1 H2 എന്ന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരിക. റേഡിയസ് എന്ന് പറയുന്നത് 1.5 ആണ്, രണ്ടിലും സെയിം തന്നെയാണ്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 കോണിൻ്റെ ഹൈറ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുന്നത്. ടോട്ടൽ ലെങ്ത് അവിടെ തന്നിട്ടുണ്ട് 12. അപ്പോൾ ആ 12 4 മൈനസ് ചെയ്ത ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്താണെന്നുള്ളത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഗുലാബ് ജാമുൻ കണ്ടെയ്ൻസ് ഷുഗർ സിറപ്പ് അപ് ടു 30% ഓഫ് ഇറ്റ്സ് വോളിയം. അപ്പോൾ ഷുഗർ സിറപ്പ് നമുക്കറിയാം, ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ വോളിയത്തിൻ്റെ 30% ആണ് ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. ഫൈൻഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 45 ഗുലാബ് ജാമുൻ ഈച്ച് ഷേപ്ഡ് ലൈക്ക് എ സിലിണ്ടർ വിത്ത്, അതായത് ഒരു ഗുലാബ് ജാമുനാണ് 30% ഓഫ് ഈ ഷുഗർ സിറപ്പ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 45 ഗുലാബ് ജാമുന് എത്ര ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈച്ച് ഷേപ്ഡ് ലൈക്ക് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിയർ എൻഡ്സ്, 2 ഹെമിസ്ഫിയർ, അതായത് ഒരു സിലിണ്ടർ 2 ഹെമിസ്ഫിയർ, ഈ ഒരു ഷേപ്പിലാണ് ഗുലാബ് ജാമുൻ ഉള്ളത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 cm. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.8 cm തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ വോളിയം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 45 ഗുലാബ് ജാമുൻ്റെ വോളിയം കിട്ടും. അതിൽ എത്ര ഷുഗർ സിറപ്പ്, അതായത് ഷുഗർ സിറപ്പ് അല്ലെ ഒരു ഗുലാബ് ജാമുന് എത്രയാണ്, 30% ഓഫ് ഇറ്റ്സ് വോളിയം, അതിൻ്റെ വോളിയത്തിൻ്റെ 30% ആണ്. അപ്പോൾ 45 ഗുലാബ് ജാമുൻ്റെ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ 30% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷുഗർ സിറപ്പ് വേണം എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ സിറപ്പാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം വോളിയം ഓഫ് 1 ഗുലാബ് ജാമുൻ ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ, 2 ഹെമിസ്ഫിയറും നടുവിൽ സിലിണ്ടറും ആണുള്ളത്. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് എഴുതുന്നതിന് പകരം എങ്ങനെ എഴുതാം, 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുലാബ് ജാമുൻ്റെ വോളിയം കിട്ടും.
അപ്പോൾ അത് കാണാൻ വേണ്ടി ആദ്യം ഫോർമുല 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/3 പൈ ആർ ക്യൂബ് 2/3 പൈ ആർ ക്യൂബ് പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച്. ഇനി ഇവിടെ നമുക്കിതിൽ രണ്ടിലും പൈ ആർ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ പൈ ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 4/3 ആർ പൈ ആർ സ്ക്വയർ ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ആർ ക്യൂബിൻ്റെ 6 പ്ലസ് ഇവിടെ എച്ച്. ഇനി നമുക്ക് ഇതിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് 2.8. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1.4. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.4. ഇനി ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഈ ഡിസ്റ്റൻസ് അതാണ് അതിൻ്റെ റേഡിയസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെമിസ്ഫിയറിൽ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് അതിൻ്റെ റേഡിയസ്. ഇവിടെ റേഡിയസ് എത്രയാണ്? 1.4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1.4 ആണ്, ഈ ഡിസ്റ്റൻസും 1.4 ആണ്. അപ്പോൾ 1.4 പ്ലസ് 1.4 എന്ന് പറയുന്നത് 2.8 ആണ്. അപ്പോൾ 5ൽ നിന്ന് 2.8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് സിലിണ്ടർ കിട്ടും. 5 മൈനസ് 2.8. ഇത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ മൈനസ് 1.4 പ്ലസ് 1.4. അപ്പോൾ 5 മൈനസ് 2.8. അപ്പോൾ 5ൽ നിന്ന് 2.8 മൈനസ് ചെയ്യുക 2. ഇവിടെ 4 ആവുമ്പോൾ 2.2 ആണ് ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്. 2.2. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 1.4 ആണ്. 1.4 ഇൻറ്റു 1.4 ഇൻറ്റു 4/3 ആർ എന്ന് പറയുന്നത് 1.4 ആണ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് 2.2. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 7 ക്യാൻസലായി 0.2 എന്ന് കിട്ടി. 0.2. ഇനി എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് 22 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 4.4. 4.4 ഇൻറ്റു 1.4 ബ്രാക്കറ്റിൽ ഇവിടെ നമുക്ക് ഈ 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ 3 കിട്ടും. 4 ഇൻറ്റു 1.4 പ്ലസ് 2.2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇതിനെ ഇനി നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 4.4 ഇൻറ്റു 1.4 ഇൻറ്റു ഇവിടെ 1.4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16. 5.6. 5.6ഉം 6.6ഉം കൂടി ആഡ് ചെയ്യുക. ഇത് 5.6 പ്ലസ് 6.6 ഡിവൈഡ് ബൈ 3 ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12.2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4.4 ഇൻറ്റു 1.4 ഇൻറ്റു 12.2/3 ഇത്രയും ഒരു ഗുലാബ് ജാമുൻ്റെ ആണ്. ഇനി 45 ഗുലാബ് ജാമുന് എത്രയാണെന്നുള്ളത് കാണാം. അപ്പോൾ വോളിയം ഓഫ് ലാസ്റ്റ് ഷോർട്ടാക്കിയാൽ മതി. വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻ ഈക്വൽ ടു ഇങ്ങനെ വരും. 4.4 ഇൻറ്റു 1.4 ഇൻറ്റു 12.2/3 ഇൻറ്റു 45. ഒന്നിന് ഇത്രയാണെങ്കിൽ 45ന് എത്രയാണെന്ന് ചോദിക്കും? ഇൻറ്റു 45. ഇതിന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 150. അപ്പോൾ ഇത്രയാണ് 45 ഗുലാബ്. നമുക്ക് എന്താണ് കാണേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ സിറപ്പ്. ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ സിറപ്പ് ഈക്വൽ ടു അവിടെ 30% ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത് 4.4 ഇൻറ്റു 1.4 ഇൻറ്റു 12.2 ഇൻറ്റു 15 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 30/100. ഇനി എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയിന്റ് മാറ്റി കൊടുത്താൽ മതി. 100 അല്ലേ ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ ഇവിടെ 15 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 45
44 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 16, 1, 17, 4, 4 വന്നു. 6, 11, 616. 616, അതായത് 6.16 ഇൻറ്റു ഇവിടെ 450 വന്നു ഇൻറ്റു 12.2 ഡിവൈഡ് ബൈ 100. ഇതിൽ വേണമെങ്കിൽ ഒരു 0 ക്യാൻസലായി. ഡിവൈഡ് ബൈ 10 ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 616 ഇൻറ്റു 122. 616 ഇൻറ്റു 12, 1, 3, 12. 12, 1, 3, 12. ഇനി 6, 1, 6. അപ്പോൾ 2, 5, 11, 1, 3, 4, 5, 7. 7, 5, 1, 5, 2 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 7, 5, 1, 5, 2 ഇൻറ്റു 45. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10, 1, 26, 7, 5, 2, 37, 8, 22, 6, 22, 6, 30. അപ്പോൾ 14, 8, 1, 8, 3, 3. ഇത്രയാണ് വരുന്നത്. ഡിവൈഡ് ബൈ 10 ഉണ്ട്. 10 ആവുമ്പോൾ ആ 0 നമുക്ക് ക്യാൻസലായി പോയി. ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അത് ക്യാൻസലായി. ഈ പോയിന്റ് നോക്കുക. 1, 2, 3. 1, 2, 3. അപ്പോൾ 338.184. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ 0 ആണ്. ഈ 0 കൊണ്ട് ക്യാൻസൽ ചെയ്തത്. ബാക്കിയുള്ള പോയിന്റ് എഴുതിയിട്ട് പോയിന്റ് ഇട്ടു. അപ്പം 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ 338.184 സെൻറ്റിമീറ്റർ ക്യൂബാണ് ആ ഷുഗർ സിറപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് വിത്ത് 4 കോണിക്കൽ ഡിപ്രഷൻസ് ടു ഹോൾഡ് പെൻസ്. The dimension of cuboid തന്നിട്ടുണ്ട്. 15 cm into 10 cm into 3.5 cm. The radius of each depression is 0.5 cm and the depth is 1.4 cm. Find the volume of wood in the entire stand. അപ്പോൾ ഇവിടെ നമുക്ക് പെൻ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് ക്യൂബോയിഡ് ഷേപ്പിലാണുള്ളത്. അതിൽ 4 കോണിക്കൽ ഡിപ്രഷൻ ഉണ്ട്. പെന്നിങ്ങനെ അതിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് 4 കോണിക്കൽ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഡിപ്രഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള പെൻ സ്റ്റാൻഡിൽ 4 കോണിക്കൽ ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഇതിലുള്ള വുഡിൻ്റെ വോളിയാണ് വേണ്ടത്. വോളിയം ഓഫ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് വുഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ആ ക്യൂബോയിഡിന്റെ വോളിയത്തിൽ നിന്ന് അവിടെ കോണിക്കൽ ഡിപ്രഷൻ ഉണ്ട്. 4 കോണിക്കൽ ഡിപ്രഷൻ ഉണ്ട്. ആ 4 കോണിക്കൽ ഡിപ്രഷന്റെ വോളിയം മൈനസ് ചെയ്യണം. ആ ഇങ്ങനെ ഡിപ്രഷനുള്ള ഭാഗത്ത് എന്തുണ്ടാവില്ല? വുഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വോളിയം ഓഫ് വുഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം, അതായത് 4 ഇൻറ്റു വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻ. 4 കോണിക്കൽ ഡിപ്രഷൻ ആണുള്ളത്. 4 ഇൻറ്റു വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻ. അപ്പോൾ ഇതിൽ ഇത്രയേ ആലോചിക്കേണ്ടതുള്ളൂ. ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള പെൻ സ്റ്റാൻഡാണ്. അതിൽ 4 കോണിക്കൽ ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പെന്നിങ്ങനെ നിർത്തുന്നത്. അപ്പോൾ ആ 4 കോണിക്കൽ ഡിപ്രഷൻ അവിടെ വുഡ് കുറച്ച് കുറയും അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്യണം. അതായത് ഒരു ക്യൂബോയിഡിന്റെ വോളിയം നമുക്കറിയാം എന്താണ്? L ഇൻറ്റു B ഇൻറ്റു H ആണ്. അതിൽ നിന്ന് ഒരു കോണിക്കൽ ഡിപ്രഷന്റെ വോളിയം കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 കോണിക്കൽ ഡിപ്രഷന്റെ വോളിയം കിട്ടും. അത് മൈനസ് ചെയ്യേ വേണ്ടു. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടു. വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻ കണ്ടുപിടിക്കാം. കോണിക്കൽ ഡിപ്രഷൻ ഈക്വൽ ടു കോണിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 1/3 പൈ r² h ആണ്. അപ്പോൾ 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 ഇൻറ്റു
0.5 ആർ സ്ക്വയർ ആണല്ലോ 0.5 ഇൻറ്റു 1.4. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസലായിട്ട് 0.2 എന്ന് കിട്ടി. ഇനി ഇത്രയും അതിൽ ക്യാൻസൽ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് 22 ഇൻറ്റു 0.25 ഡിവൈഡ് ബൈ 3 ആണ് വരുന്നത്. ഇത് ഒരു കോണിക്കൽ ഡിപ്രഷൻ. 4 കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡിപ്രഷൻ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇതേ ഇൻറ്റു 4. അപ്പോൾ എത്രയാണ് വരിക, 25 ഇൻറ്റു 4 100 ആണ്. അവിടെ 2 പോയിന്റ് പോകുമ്പോൾ അത് 1 ആയി. അപ്പോൾ 22/3 ആണ് ഉള്ളത്. 22/, സോറി ഇവിടെ ഒരു 0.2 ഉണ്ട്. അപ്പോൾ അതേ ഇൻറ്റു 0.2 ഇൻറ്റു 4 ഇങ്ങനെയാണുള്ളത്. ഇത് വിട്ടു. അപ്പോൾ ഇവിടെ 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100 ആയി, അത് പോയി. ഇനി ഒരു 0.2ഉം 22 ഉണ്ട്. 0.2 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 4.4 ഡിവൈഡ് ബൈ 3. ഇത്രയാണ് 4 കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം നമുക്ക് കിട്ടുന്നത്. ഇനി വോളിയം ഓഫ് ക്യൂബോയിഡ്, വോളിയം ഓഫ് ഫുഡാണ് നമുക്ക് കാണുന്നത്. വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇത് 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 ഇൻറ്റു 35 എന്ന് പറയുമ്പോൾ അവിടെ 5 7 5 4 525 ആണ് വരുന്നത്. വോളിയം ഓഫ് ക്യൂബോയിഡ് 525 ആണ് കിട്ടിയത്. വോളിയം ഓഫ് 4 കോണിക്കൽ ഡിപ്രഷൻ 4.4/3 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് വോളിയം ഓഫ് ഫുഡാണ്. വോളിയം ഓഫ് ഫുഡ് ഈക്വൽ ടു എന്താണ്, വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് 4 ഇൻറ്റു വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻ. 4.4/3 എത്രയാണ്, 1. അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 14ൽ 4 3s are 12. 2 റിമൈൻ. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 20ൽ 6. അപ്പോൾ 1.46 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, 525 മൈനസ്, അതായത് 4.4/3 ആണ് വരുന്നത്. ഈ 4.4 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്, 525 മൈനസ് 1.46. അല്ലെങ്കിൽ ഇതിങ്ങോട്ട് LCM എടുത്തിട്ട് ചെയ്യണം, അതിലും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 525 മൈനസ് 1.46 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 9 ആവുമ്പോൾ 5, ഇവിടെ 4 3 2 523.54 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ എത്രയേ ആലോചിക്കേണ്ടതുള്ളൂ. വോളിയം ഓഫ് ഫുഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 കോണിക്കൽ ഡിപ്രഷൻ. ഒരു കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 4 കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം കിട്ടും. വോളിയം ഓഫ് ക്യൂബോയിഡ് നമുക്കറിയാം L ഇൻറ്റു B ഇൻറ്റു H ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഓഫ് ഫുഡ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.